ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ബോഡി സ്കേർട്ട് യൂണിഫോം പഴകാം. അപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിന് വലിയ കുട്ടികൾക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവും കണക്കും വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിക്കുള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ തുണി നിവർത്തിയിട്ടിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം നമ്മൾക്ക് തുണി എത്ര മീറ്റർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇഞ്ച് ഉണ്ടെന്ന് അളന്നെടുക്കാം. തുണി ഇപ്പോൾ രണ്ടാക്കിയിട്ട് ഇതുപോലെ നിവർത്തിയിട്ടിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഞാനൊന്ന് ഒരു യൂണിഫോം തയ്ച്ചതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് ഇത് ഒരു 1.5 മീറ്ററോളം, 1.5 അല്ല 2 സൈഡും കൂടെ കൂട്ടുമ്പോൾ 3 മീറ്ററോളം ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ആ ഭാഗം ഒരു ചെറിയൊരു ബെൻഡായിട്ടുള്ള ഭാഗമാണ്, കട്ട് ചെയ്തതിൻ്റെ ബാലൻസാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 3 മീറ്റർ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നീളത്തിൽ ഇട്ടിരിക്കുകയാണ്. വീതിക്കനുസരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾക്ക് സ്കേർട്ടിൻ്റെ അളവ് എടുക്കാം. സ്കേർട്ടിൻ്റെ അളവ് 16 ഇഞ്ചാണ് ഫിനിഷിങ് ഇറക്കം വേണ്ടത്. സ്കേർട്ടിന് മാത്രമാണ് കേട്ടോ, ബോഡി കൂട്ടാതെ. അപ്പോൾ 16ൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 20 ഇഞ്ചിന് സ്കേർട്ടിന് മാത്രമായിട്ട് 20 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് സ്കേർട്ടിന് മാത്രമായിട്ട് ഒരു സൈഡ് 1.5 മീറ്ററും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സ്കേർട്ടിന് മാത്രമായിട്ട് 1.5 ചേർന്നിട്ട് 3 മീറ്ററോളം ഇതിൽ വരും. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല വീതിക്കനുസരിച്ച് നല്ല പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് തയ്ക്കാനായിട്ട് പറ്റും. ഇതിൽ കുറവാണെങ്കിലും തയ്ക്കാം, പക്ഷേ പ്ലേറ്റ് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അധികം ഇങ്ങനത്തെ എന്താ പറയുക യൂണിഫോമിന് കുറച്ച് കൂടുതൽ തന്നെ തുണി വേണ്ടി വരും. അപ്പോൾ സ്കേർട്ടിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. 20 ഇഞ്ചിൽ നമ്മൾ നീളത്തിനനുസരിച്ചിട്ട് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 മീറ്റർ തുണിയാണ് ഇതെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ടുണ്ട്. അളവ് ഇതും പറഞ്ഞു തരാം കേട്ടോ. ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക, എന്നിട്ട് അളവ് പറഞ്ഞു തരാം. ഇത് ബോഡി ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും രണ്ടിനും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രമായിട്ട് ഇതുപോലെ മുറിച്ച് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തുണി ഒരുപാട് വേസ്റ്റായി പോകും. അപ്പോൾ ഒരു അറ്റത്തുനിന്ന് വേണം തുണി കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇറക്കവും വണ്ണവും എല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കണം. അപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കണ്ടാലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ 1-2 വട്ടം കണ്ടു നോക്കുക. അപ്പോൾ ഈ പീസ് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ബാക്ക് പീസിനും ഒരെണ്ണം ഫ്രണ്ട് പീസിനും. ആദ്യം നമ്മൾക്ക് ബാക്ക് പീസ് മാർക്ക് ചെയ്യാം. ഓപ്പണിങ് വശത്താണ് ഇപ്പോൾ മാർക്കിങ് ചെയ്യണത്. ഇപ്പോൾ തുണി ഇതുപോലെ രണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗം ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഒരു 2.5 ഇഞ്ചിന് ഇതുപോലെ മുകളിൽ നിന്ന് താഴെ വരയ്ക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ഹൂക്കാണ് വെക്കുന്നത്. ഹൂക്കോ ബട്ടൺസോ വെക്കാനായിട്ട് പടിപ്പീസ് വെക്കില്ല. അപ്പോൾ എക്സ്ട്രാ കട്ട് ചെയ്ത് വെക്കേണ്ട, ഇത് തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ടിട്ട് നമ്മൾക്ക് തയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ തീരെ മെലിഞ്ഞ കുട്ടിയാണ്, അതുപോലെ തന്നെ ഒരുപാട് ലെങ്ത്തും വേണ്ട. അപ്പോൾ അതൊരു 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് നെക്ക് വിത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോള് 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഒരു ബോക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൽ ചെറിയൊരു കർവ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിൽ 3.5 ഇഞ്ചും ബാക്ക് പീസിൽ 3 ഇഞ്ചും അല്ലെങ്കിൽ 2.5 ഇഞ്ചും മതിയാവും. ഏതെങ്കിലും ഒന്ന് ഇറക്കുകയോ കൂട്ടിയിട്ടോ ചെയ്യാം. അതല്ല രണ്ടും ഒരേപോലെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് ശരിക്കും 11.5 ഇഞ്ചാണ്. ഞാൻ 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഒരു 5.5 ഇഞ്ചാണ് വേണ്ടത്. ഒരു 1/2 ഇഞ്ച് ചേർത്തിട്ട് 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ അളവും അതേപോലെ തന്നെ എടുക്കാം. യൂണിഫോം കുറച്ച് ലൂസിലാണ് ഇടുക. അധികം എന്താ പറയുക, വലിയ ഷേപ്പ് ഉണ്ടാവില്ല, കുറച്ച് ലൂസ് തന്നെ. ഇതിൽ ബെൽറ്റൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ബെൽറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ലൂസ് ഉണ്ടെങ്കിലും കറക്റ്റ് ആയിക്കോളും. ഇതുപോലെ തയ്യൽ തുമ്പും വിട്ടതെല്ലാം ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നെക്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെക്കിൽ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, താഴത്തെ ഭാഗം ബോക്സിൻ്റെ താഴെ ഭാഗം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതല്ല കറക്റ്റ് സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ അങ്ങനെ വിരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ ആം ഹോൾ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടുക. ഒരു പൊടിക്ക് ഒരു 1/4 ഇഞ്ച് അളവിന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടുക. കുട്ടികൾക്കായതുകൊണ്ട് അധികം കുഴിച്ച് വെട്ടണം എന്നില്ല, എങ്കിലും യൂണിഫോം ആയതുകൊണ്ട് കുറച്ചും കൂടി നീറ്റായി കിട്ടാനായിട്ട് കുറച്ച് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടുക. അതിനുശേഷം ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത ആ വിട്ടെല്ലാം ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ബോഡി പാർട്ടിൻ്റെ അവിടെയും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പടി പീസ് വെക്കാനായിട്ട് മടക്കിയിട്ടുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് അറിയാനും അവിടെയും ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. അപ്പോൾ ആ പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ മേലെ വെച്ചാൽ അങ്ങനെ തന്നെ നമ്മൾക്ക് കട്ട് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് മാർക്കിംഗ് ഇല്ല, ഒരേ അളവ് തന്നെയാണ്. നെക്കിൽ മാത്രമേ ചെറിയ വ്യത്യാസം വരുള്ളൂ. ആ പടി പീസ് വെക്കുന്നത് കൊണ്ട് അതിൽ മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ബോഡി ചെസ്റ്റ് അളവിൻ്റെ അവിടെയും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോഡി രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സൂക്ഷിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. യൂണിഫോം ആയതുകൊണ്ട് കുറച്ച് നീറ്റായിട്ട് തന്നെ തയ്ക്കണം. എന്താ പറയുക, നല്ല വൃത്തിക്ക് നീറ്റിൽ വേണം തയ്ക്കാനായിട്ടും തയ്ച്ചു കൊടുക്കാനായിട്ടും. അപ്പോൾ സാവധാനം പതുക്കെ ഇരുന്ന് വേണം ചെയ്യാനായിട്ട്. ഇത് രണ്ടെണ്ണം നെക്കിൻ്റെ പോർഷനിൽ വെക്കാനായിട്ടാണ് കേട്ടോ. നെക്ക് പീസായിട്ട് നമുക്ക് വേണം, അതല്ല സ്ട്രെയിറ്റ് പീസ് വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതുപോലെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇപ്പോൾ ക്രോസ് പീസ് 1.5 ഇഞ്ച് അളവിന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആം ഹോളിൻ്റെ അവിടെ വെക്കാനായിട്ട് ക്രോസ് പീസ് തന്നെ വേണം, എങ്കിലേ നല്ല വൃത്തിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് അളവിന് ഇതുപോലെ കുറേ പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഇതും കൂടെ കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത് ഒരു പോക്കറ്റും കൂടെ വെക്കണുണ്ട്. അപ്പോൾ പോക്കറ്റിനുള്ള തുണിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, സ്റ്റിച്ചിങ് എളുപ്പത്തിൽ ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ എന്താ പറയുക, സാവധാനം ഇരുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പോക്കറ്റ് കട്ട് ചെയ്യാനായിട്ട് ഒരു 7 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒരു 8 ഇഞ്ച് ഇറക്കത്തിനും ഇതുപോലെ ഒരു ബോക്സ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് 2 പീസ് വേണം പോക്കറ്റിനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. കട്ടിങ് മാത്രം ഇന്ന് കാണിക്കുന്നുള്ളൂ, സ്റ്റിച്ചിങ് നാളെ കാണിക്കാം. എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ കുറച്ച് അരമണിക്കൂറോളം ലെങ്ത്തായി വിശദമായി പറയണമല്ലോ, അപ്പോൾ കുറച്ച് ലെങ്ത്തായി പോകും, നിങ്ങൾക്ക് ബോറടിയാവും. ഇന്ന് കട്ടിങ് മുഴുവനായിട്ട് കണ്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് നാളെ സ്റ്റിച്ചിങ് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ സ്റ്റിച്ചിങ് പാർട്ട് ഇടാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.